ബ്ലാക്ക് ഹോളിൽ വീണാല് എന്ത് സംഭവിക്കും എന്നതിനു മുന്നേ നമുക്ക് എന്താണ് ബ്ലാക്ക് ഹോൾ എന്ന് നോക്കാം. കൂടാതെ അവയുമായി ബന്ധപ്പെട്ട ചില വാക്കുകളും പരിചയപ്പെടാം. ബ്ലാക്ക് ഹോൾ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകവും രഹസ്യമാർന്നതുമായ ഒരു വസ്തുവാണ്. ഇതിന് ഗുരുത്വാകർഷണം വളരെ ശക്തമായിരിക്കും, പ്രകാശം പോലും രക്ഷപ്പെടാനാവില്ല. ബ്ലാക്ക് ഹോൾ എങ്ങനെ ഉണ്ടാകുന്നു? വലിയ നക്ഷത്രങ്ങളുടെ മരണം. സൂര്യനേക്കാൾ 20 മടങ്ങ് വലുതായ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതാവസാനത്തിൽ സൂപ്പർനോവ സ്ഫോടനം സംഭവിക്കുകയും അവശേഷിക്കുന്ന കോർ ഉള്ളടക്കം അനന്തമായ സാന്ദ്രതയോടെ ഒതുങ്ങി ബ്ലാക്ക് ഹോളാകുന്നു. സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ. ഇവ ഗാലക്സികളുടെ കേന്ദ്രത്തിൽ കാണപ്പെടുന്നു. ഉദാ മിൽക്കി വേയിലെ സാജിറ്റാരിയസ് എ. ഇവയുടെ പിണ്ഡം സൂര്യനേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങാകാം. ബ്ലാക്ക് ഹോളിന്റെ ഘടകങ്ങൾ. ഇവന്റ് ഹൊറൈസൺ. ഇതാണ്. മടങ്ങാത്ത പരിധി ഇവിടെ കടന്നാൽ ഒന്നും തിരിച്ചുവരില്ല, പ്രകാശം പോലും രക്ഷപ്പെടില്ല. സിംഗുലാരിറ്റി. ബ്ലാക്ക് ഹോളിന്റെ കേന്ദ്രം. ഇവിടെ സ്പേസ് ടൈം അനന്തമായി വളഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാ ഭൗതിക നിയമങ്ങളും പൊളിയുന്നു. ക്വാണ്ടം ഗുരുത്വാകർഷണം ഇവിടെ പ്രവർത്തിക്കുമെന്ന് കരുതപ്പെടുന്നു. അക്രീഷൻ ഡിസ്ക്. ബ്ലാക്ക് ഹോളിനെ ചുറ്റിയുള്ള പ്രകാശം വാതകങ്ങൾ, പ്ലാസ്മ എന്നിവയുടെ ഒരു ആകെ തുകയാണ്. ഇത് വളരെ ചൂടുള്ളതാണ്. എക്സ്റേ പോലുള്ള ഊർജം പുറത്തുവിടുന്നു. ബ്ലാക്ക് ഹോളിന്റെ പ്രത്യേകതകൾ. ഗുരുത്വാകർഷണം. ഒരു ബ്ലാക്ക് ഹോളിനെ ഗുരുത്വാകർഷണത്തിന്റെ ജയിൽ എന്ന് വിളിക്കാം. അതിൽ കടന്നുപോയാലൊന്നും തിരിച്ചുവരില്ല. സമയം മന്ദഗതിയിൽ. ബ്ലാക്ക് ഹോളിനോടടുക്കും തോറും സമയം വളരെ മെല്ലെയാകും. ടൈം ഡൈലേഷൻ. ഹോക്കിംഗ് റേഡിയേഷൻ. സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ടുപിടിച്ചത് ബ്ലാക്ക് ഹോളുകൾ ക്രമേണ ബാഷ്പീകരിക്കപ്പെടുമെന്നാണ്. പക്ഷേ ഇതിന് ട്രില്യൺ വർഷങ്ങളെടുക്കും. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീണാൽ എന്തു സംഭവിക്കും? ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവങ്ങളിലൊന്നാണ്. ഇവിടെ ഭൗതികശാസ്ത്ര നിയമങ്ങൾ പൊളിയാൻ തുടങ്ങുന്നു. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കാം. 1. സ്പാഗറ്റിഫിക്കേഷൻ. ഗുരുത്വാകർഷണ ടൈഡൽ ഫോഴ്സ്. ബ്ലാക്ക് ഹോളിനോടടുക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്കും കാലുകൾക്കുമിടയിലുള്ള ഗുരുത്വാകർഷണ വ്യത്യാസം വളരെ ശക്തമാകും. ഇത് നിങ്ങളെ നീളത്തിൽ വലിച്ച് നീട്ടി സ്പാഗറ്റി പോലെയാക്കും. ശാസ്ത്രജ്ഞർ ഇതിനെ സ്പാഗറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ചെറിയ ബ്ലാക്ക് ഹോളുകളിൽ ഇത് ഇവന്റ് ഹൊറൈസണിൽ എത്തുന്നതിന് മുമ്പേ സംഭവിക്കും. നിങ്ങൾ കഷണങ്ങളായി പൊടിയും. വിശാലമായ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകളിൽ, ഉദാഹരണം മിൽക്കി വേയിലെ സജിറ്റാരിയസ് എ. ഈ ശക്തി കുറവായതിനാൽ നിങ്ങൾ ഇവന്റ് ഹൊറൈസൺ കടക്കാം, പക്ഷേ രക്ഷപ്പെടാൻ വഴിയില്ല. 2. ഇവന്റ് ഹൊറൈസൺ കടക്കുമ്പോൾ. ഇവന്റ് ഹൊറൈസൺ എന്നത് മടങ്ങാത്ത പോയിന്റാണ്. അത് കടന്നാൽ പ്രകാശം പോലും രക്ഷപ്പെടില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു വിചിത്രമായ മാറ്റം തോന്നില്ല. എന്നാൽ പുറത്തുള്ളവർക്ക് നിങ്ങൾ ഫ്രീസായി തോന്നും, കാരണം ഗുരുത്വാകർഷണം സമയത്തെ വളരെ മന്ദഗതിയിലാക്കുന്നു. ക്രമേണ നിങ്ങൾ ബ്ലാക്ക് ഹോളിനുള്ളിൽ ഒരു കറുത്ത അന്തമില്ലാത്ത ശൂന്യതയിലേക്ക് വീഴും. 3. സിംഗുലാരിറ്റി. അവസാന നിമിഷങ്ങൾ. ബ്ലാക്ക് ഹോളിനുള്ളിൽ എല്ലാ പാതകളും സിംഗുലാരിറ്റിയിലേക്ക് നയിക്കുന്നു. ഇവിടെ സ്പേസ് ടൈം അനന്തമായി വളഞ്ഞിരിക്കുന്നു. ഇവിടെ ഗുരുത്വാകർഷണം അനന്തമാകും, നിങ്ങളെ ഒരു അണുത്തരം പോയിന്റായി ഞെരിച്ചു ചുരുട്ടും. ഈ സമയത്ത് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തം പൊളിയാൻ തുടങ്ങുന്നു. ക്വാണ്ടം ഗുരുത്വാകർഷണം പോലുള്ള പുതിയ ഭൗതികശാസ്ത്രം ആവശ്യമാണ്. എന്ത് ശേഷിക്കും? നിങ്ങളുടെ ഊർജ്ജവും പദാർത്ഥവും ബ്ലാക്ക് ഹോളിന്റെ മാസിലേക്ക് ചേർക്കപ്പെടും. ഹോക്കിംഗ് റേഡിയേഷൻ വഴി ബ്ലാക്ക് ഹോൾ ക്രമേണ ബാഷ്പീകരിക്കപ്പെട്ടേക്കാം, പക്ഷേ ഇതിന് ട്രില്യൺ കോടി വർഷങ്ങളെടുക്കും. ചില സിദ്ധാന്തങ്ങൾ പറയുന്നു നിങ്ങളുടെ വിവരങ്ങൾ ഇവന്റ് ഹൊറൈസണിൽ ഹോളോഗ്രാമായി സംഭരിച്ചിരിക്കാം, പക്ഷേ ഇതിപ്പോഴും ഒരു ഊഹം മാത്രം. ഉപസംഹാരം. നിങ്ങളൊരു ബ്ലാക്ക് ഹോളിൽ വീണാൽ മടങ്ങാനാവില്ല. ഒരു ഭയങ്കരമായ എന്നാൽ ശാസ്ത്രപരമായി ആകർഷണീയമായ അന്ത്യമാണ് ഫലത്തില് സംഭവിക്കുന്നത്.